ഹായ് ഓൾ, നമുക്കിന്ന് BCom BBA കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു സ്റ്റോറി പോലെ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ ക്ലിക്കാവും. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് 2021 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഇതൊരു കഥയാണേ. കഥയിൽ പ്രിയയാണ് കഥാനായിക. പ്രിയക്ക് ഒരു നല്ലൊരു അടിപൊളി ബേക്കറി ഉണ്ട്, നല്ലൊരു ബേക്കറാണ്. അങ്ങനെ പ്രിയ ഒരു ബേക്കറി തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ കൊല്ലം പ്രിയ അടിപൊളിയായിട്ട് കേക്കുകളും പാസ്ട്രീസും എല്ലാം നല്ലോണം ബേക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാസം അവസാനം നോക്കുമ്പോൾ പ്രിയക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ. ഞാൻ ഒരുപാട് ബേക്ക് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ആൾക്കാർക്ക് എൻ്റെ കേക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, എൻ്റെ ബാങ്ക് ബാലൻസ് അത്ര വളരുന്നില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച മാതിരി സംഭവങ്ങളൊക്കെ വിറ്റുപോകുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്, പക്ഷേ ബാങ്ക് ബാലൻസ് അത്ര വളരുന്നില്ല. അങ്ങനെ പ്രിയ വിചാരിച്ച് കൂടുതൽ നല്ല റെസിപ്പീസൊക്കെ വേണം എന്ന് വിചാരിച്ച് പ്രിയ അതൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ പ്രിയ എന്ത് ചെയ്തു, അനിൽ എന്നൊരാളെ എന്ത് ചെയ്യണം കടയിൽ നിർത്തുകയാണ്, ഹയർ ചെയ്യാണ്. അനിൽ എന്ന് പറഞ്ഞത് ഒരു യങ് ആയിട്ടുള്ളൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് അനിൽ. അങ്ങനെ അനിൽ പ്രിയനോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, പ്രിയ നമുക്ക് നമ്മുടെ ബേക്കറിയിൽ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുവരണം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സൂക്ഷ്മദർശിനിയൊക്കെ ഇല്ലേ, മാഗ്നിഫൈങ് ഗ്ലാസ്, അതായത് അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ മാഗ്നിഫൈങ് ഗ്ലാസ് അതുപോലത്തെ ഒരു സംഭവമാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്. അത് കൊണ്ടുവന്ന് നമുക്ക് ഈ ബേക്കറി നടക്കുന്ന പല കാര്യങ്ങളും അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ പ്രിയ അതിന് സമ്മതിച്ചു. അപ്പോൾ ഇനിയാണ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് വരുന്നത്, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. കോസ്റ്റ് അസർടെയിൻമെൻറ്റ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്കിന് എത്രയാണ് ശരിക്കുള്ള ചിലവ് കോസ്റ്റ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് കോസ്റ്റ് അസർടെയിൻമെൻറ്റ്. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള വില എന്താണ് വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അനിലൊന്ന് വാച്ച് ചെയ്തു പ്രിയ എങ്ങനെയാണ് പ്രിയയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എത്രമാത്രം മൈദ അതിനാവശ്യമുണ്ട്, എത്രമാത്രം പഞ്ചസാര, കൊക്കോ പൗഡർ, ചോക്ലേറ്റ്, ഇതൊക്കെ ഒരു കേക്കിലേക്ക് എത്രമാത്രം പോകുന്നു എന്ന് അനിൽ നോക്കി. ഈ സംഭവത്തിനൊക്കെയാണ് പറയുക ഡയറക്റ്റ് മെറ്റീരിയൽ, അതായത് ഈ ഇടുന്ന ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇടുന്ന സാധനങ്ങൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അനിൽ നോക്കിയത് എന്താണ്, പ്രിയക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ എത്രമാത്രം സമയം വേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ കേക്ക് ഉണ്ടാക്കാൻ അതായത് ഡയറക്റ്റ് ലേബർ, അതായത് ലേബർ എന്ന് പറഞ്ഞപ്പോൾ പ്രിയ ഒരു കുക്കിനെ വെച്ചിട്ട് അയാളിത് കുക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട കാശ് വരൂലേ ലേബർ. അപ്പോൾ അതിൻ്റെ കാശ് എത്ര വരുന്നുണ്ട്, കോസ്റ്റ് എത്ര വരുന്നുണ്ടെന്ന് അതും നോക്കി. പിന്നെ വരുന്നത് എന്തൊക്കെയാണ്, ഇലക്ട്രിസിറ്റി, ഓവൻ്റെ മെയിൻ്റനൻസ് വരും, വാടക വരും, എന്തിന് അനിലിൻ്റെ ശമ്പളം പോലും വരും. ഇതിനൊക്കെയാണ് പറയണത് ഓവർ ഹെഡ്സ്. അങ്ങനെ അനിൽ പറയാണ്, പ്രിയ എനിക്കിപ്പോൾ മനസ്സിലായി, നമ്മുടെ ബിഗ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന് ഏകദേശം ഒരു 500 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഇതാണ് കോസ്റ്റ് അസർടെയിൻമെൻറ്റ്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ, കോസ്റ്റ് അസർടെയിൻമെൻറ്റ്, അതായത് എത്ര കോസ്റ്റാണ് ഒരു പ്രൊഡക്റ്റിന് വരുന്നു എന്നുള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് കോസ്റ്റ് അസർടെയിൻമെൻറ്റ്. അതാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലത്തെ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പഠിച്ചില്ലേ. അടുത്തതാണ് കോസ്റ്റ് കൺട്രോൾ. അങ്ങനെ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അനിലൊന്ന് ഒരു കാര്യം മനസ്സിലാക്കി, ഈ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ വില ഇവർക്ക് ഏകദേശം 500 രൂപയല്ലേ വന്നത്, 550 ചാടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് കൂടിയത്? അങ്ങനെ അനിൽ നോക്കിയപ്പോൾ പ്രിയയുടെ പുതിയൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. അയാൾ എക്സ്ട്രാ കൊക്കോ പൗഡർ ഇങ്ങനെ കൂടുതലിടുക, പഞ്ചസാര കൂടുതൽ ഇട്ടു പോവുക, പിന്നെ അതേപോലെ തന്നെ ഓവൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ കേടായി, അതുകൊണ്ട് തന്നെ കുറേ ഇലക്ട്രിസിറ്റി നഷ്ടം വരുന്നു. അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു. അപ്പോൾ കോസ്റ്റും എന്തായിപ്പോയി, ഒബ്വിയസ്ലി കൂടി പോകുമല്ലോ. ഇതിനാണ് പറയാം. അപ്പോൾ ഇതൊക്കെ ശരിയാക്കി, ഇതൊക്കെ ഇഷ്യൂ ക്ലിയർ ചെയ്തപ്പോൾ ഇതിനെയാണ് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ. അതായത് കോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് മേലോട്ട് പോകുമ്പോൾ, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പോകുമ്പോൾ പറയുന്നതിനാണ് കോസ്റ്റ്. അത് നമ്മൾ ആ ഇഷ്യൂ ക്ലിയർ ആയിക്കുന്നതിനാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ലക്ഷ്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ്റ്റ് കൺട്രോൾ. ഇനി അടുത്തത് മൂന്നാമത്തെ വരുന്നതാണ് കോസ്റ്റ് റിഡക്ഷൻ. അതായത് ഒന്നും കൂടി ചീപ്പറാക്കിയിട്ട് നമ്മുടെ കോസ്റ്റിനെ ആക്കിയിട്ട് എന്നാൽ ക്വാളിറ്റി നഷ്ടപ്പെടാറുണ്ട്. അതായത് അനിൽ പറയാണ്, പ്രിയ നമുക്ക് വേറൊരു സപ്ലയറിനെ കണ്ടുപിടിക്കണം, കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റൊക്കെ കുറച്ചും കൂടി ചെറിയ വിലക്ക് തരുന്നൊരു സപ്ലയറിനെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അറ്റ് എ ടൈം ഒരു ഓവണിൽ തന്നെ ഒരു 5 കേക്കെങ്കിലും ബേക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഇത്രയും വരുന്ന കറണ്ടിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജസൊക്കെ കുറക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് അവർ അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തു. അങ്ങനെ അവരെന്ത് ചെയ്തു, ചിലവ് നല്ലോണം കുറച്ചു.
എന്നിട്ട് അവർക്ക് അവസാനം എന്ത് ചെയ്തു, 500 രൂപക്ക് അവർ കൊടുത്തിരുന്ന കേക്ക്, അതായത് 500 രൂപയായിരുന്നു അവർക്ക് ചിലവ് വന്നിരുന്നത്, ഇപ്പം അവസാനം എന്തായി 480 രൂപക്ക് അവർക്ക് കേക്ക് ഉണ്ടാക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് പറയുക കോസ്റ്റ് റിഡക്ഷൻ. അതായത് ആക്റ്റീവായിട്ട് അവർ കണ്ടുപിടിക്കുകയാണ് എങ്ങനെയാണ് ചീപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ഒബ്ജക്റ്റീവ്, കോസ്റ്റ് റിഡക്ഷൻ. അടുത്തത് നാലാമത്തതാണ് എയ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് അവരുടെ ബേക്കറിയിൽ, പ്രിയയുടെ ബേക്കറിയിൽ ഒരു വലിയൊരു ഓർഡർ കിട്ടുകയാണ് അവർക്ക്, ഇത്രയും വലിയൊരു കേക്ക്, അതായത് ഇത്രയും നമ്പർ ഓഫ് കേക്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ കിട്ടുകയാണ്. അപ്പോൾ എടുക്കുന്നൊരു തീരുമാനം, നമുക്ക് ആ ഓർഡർ വേണോ വേണ്ടിയോ അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് 100 കേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ കിട്ടുകയാണ് പ്രിയക്ക്. 600 രൂപ വെച്ചിട്ട് തരുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പ്രിയയുടെ ബേക്കറിയിൽ എത്ര രൂപക്കാണ് കേക്ക് കൊടുത്തിരുന്ന ഒരു കേക്ക്? 800 രൂപക്ക്. അപ്പോൾ പ്രിയ പറഞ്ഞു വേണ്ട, 800 രൂപയുടെ കേക്ക് 600 രൂപക്കല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അനിൽ പറഞ്ഞു അങ്ങനെയല്ല, ഇത് വലിയൊരു ഓർഡറാണ്, ഇതിൽ ഒരുപാട് കേക്ക് നമുക്ക് ഓർഡർ കിട്ടുന്നില്ലേ, മാത്രമല്ല നമുക്ക് 800 രൂപ കൊടുക്കുകയാണെങ്കിൽ ശരിക്കും 450 രൂപയല്ലേ വരുന്നുള്ളൂ, അപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ഇല്ലേ, അപ്പോൾ പ്രിയ നമുക്ക് ഈ ഓർഡർ വിട്ട് കളയണ്ട. അങ്ങനെ അവരൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഈ കോസ്റ്റിൻ്റെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് അവരൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാണ് ഓർഡർ. അപ്പോൾ ഇത് ഡിസൈഡ് ചെയ്യണതും ആക്സെപ്റ്റ് ചെയ്യണതും ഇത് എടുക്കണോ വെക്കണോ അങ്ങനെ തീരുമാനിക്കുന്നതാണ് എയ്ഡ് ഇൻ ഡിസിഷൻ. എയ്ഡ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മുടെ ചുരുക്കി പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ പ്ലാനുകൾ മുമ്പ് നടന്നിരുന്നതും ഇപ്പോഴത്തതും ഒക്കെ കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണ്, കമ്പയർ ചെയ്ത് നോക്കുകയാണ്, മുന്നെങ്ങനെയാണ് ഉണ്ടായത്, ഇപ്പം എങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ അനിൽ പ്രിയനോട് പറയണം, നോക്കിയേ എന്തായിരുന്നു അവസ്ഥ, ആദ്യം നമുക്ക് 500 രൂപ വന്നു, പിന്നെ നമുക്ക് 480 രൂപയാക്കി ചിലവ് നമ്മുടെ, പിന്നെ നമ്മുടെ ഡെലിവറി കോസ്റ്റ് അതും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ചെറിയ കാശ് വേണ്ടി വന്നുള്ളൂ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട്. അങ്ങനെ നല്ലൊരു ഗ്രേറ്റ് ജോബ്, നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് ബേക്കറി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിനാണ് പറയുക പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് എങ്ങനെയാണ് ബേക്കറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് തന്നെയാണോ എന്നൊക്കെ ഒന്ന് ചെയ്യുന്നതിനാണ് പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ആരോടാ നന്ദി പറയേണ്ടത്? അനിലിനോട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനോടാണ് നന്ദി പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് അവർ പ്ലാൻ മുന്നോട്ട് പോയപ്പോൾ അവർ ഹ്യൂജ് സക്സസ് ആയി മാറി. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്, ഈ പോയിൻറ്റ്സ് ആണ്. ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതുന്ന ഫ്രണ്ട്സിനെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്